കണ്ണൂർ താവക്കര റെയിൽവേ ബ്രിഡ്ജിന് സമീപം കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നു. 1 മാസത്തിലേറെ പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. ദുർഗന്ധം കാരണം നോക്കിയപ്പോഴാണ് കാട്ടിൽ തൂങ്ങിയ നിലയിൽ അസ്ഥികൂടം കണ്ടതെന്ന് ദൃക്സാക്ഷി കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. കണ്ണൂർ താവക്കര മേൽപ്പാലത്തിന് സമീപത്തെ കാട്ടിലാണ് കഴിഞ്ഞ ദിവസം അസ്ഥികൂടം കണ്ടെത്തിയത്. തൂങ്ങിയ നിലയിലായിരുന്നു അസ്ഥികൂടം ഉണ്ടായിരുന്നതെന്ന് ദൃക്സാക്ഷി കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് അസ്ഥികൂടം കണ്ടെത്തിയതെന്നും ദൃക്സാക്ഷി പറഞ്ഞു. കണ്ടിട്ടിപ്പോൾ ഇന്നേക്കൊരു 3 ദിവസമായി. 3 ദിവസം വെച്ചാൽ എന്തോ ഒരു ചെറിയ സ്മെല്ല് കണ്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പുറം നോക്കിയതാണ്. വീട് കുറച്ചപ്പുറം തന്നെയാണ്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ കാണുന്നു. സ്മെല്ലൊരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് അപ്പുറം നോക്കിയപ്പോൾ അങ്ങനെ കണ്ടുപോയതാ. അപ്പോൾ ഇതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എനിക്കെന്തോ ഇത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഷോപ്പിലും ആൾക്കാരോട് ആടുള്ള പാർട്ടീൻ്റെ ബേസിലെ ടീമിനോടെല്ലാം പറഞ്ഞ്, ഒരു പോലീസുകാരനോട് പറഞ്ഞ്, ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ വരിക നോക്കിയ എന്തെല്ലോ. ഇന്നലെ അവർ കുറച്ച് ആൾക്കാർ വന്ന് അസ്ഥികൂടായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അസ്ഥികൂടം എന്ന് പറയാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ ഷോൾഡറും തലൻ്റെ ഭാഗമേ ഉള്ളൂ. അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഒരു സ്മെല്ല് കണ്ടിട്ട് എന്തോ നായിയോ പട്ടിയെന്ന് വെച്ച് പറ്റി നോക്കിയതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു തൂങ്ങിയ പോലെ കണ്ടത് കയറിൽ. അപ്പോൾ ഞാൻ ഷോപ്പിൽ സ്വതവേ അറിയിക്കേണ്ടത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പറയേണ്ട അടുത്ത് ഇങ്ങനെ പറഞ്ഞു. റെയിൽവേ ട്രാക്കിന് സമീപത്തെ കാട്ടിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ആരും ശ്രദ്ധിക്കാത്ത സ്ഥലമാണിത്. 1 മാസത്തിലധികം പഴക്കം മൃതദേഹത്തിന് ഉണ്ടെന്നാണ് നിഗമനം. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയ മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് കാണാതായവരെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.